ചെമ്പരുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാരെ. ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലിക്കണതാരെ. അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കൊത്തിക്കുത്തൊടുമാന. പൂവെളിച്ചം ചാറിൽ വീണ് മാമല ഞാനൊന്നു കണ്ടേ. ചന്തമിഴിൻ തേൻ കുഴഞ്ഞ് പൂങ്കുയിൽ പാടണ കേട്ടേ. ഹലോ ഗായ്സ്, ഇന്ന് ഞാനിത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റ് യൂട്യൂബിലോട്ട് ഇടാൻ പോകുന്നത്. ഇത് കണ്ടോ, ഞാൻ എക്സാമ്പിൾ ചെയ്ത് നോക്കിയതാണേ. ഡബിൾ ടാപ്പ് നോട്ടിച്ചിട്ടില്ല. എ4 ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ വരയില്ലാത്ത പേപ്പർ എടുത്താലും മതി. ഇത് കണ്ടോ ഗായ്സ്, ഞാൻ ചെയ്ത സ്റ്റിക്കറാണ്. ഇതാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണേ. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ഇത് കോയിൻ വെച്ചിട്ടാണ് നമ്മൾ വട്ടം വരക്കുന്നത്. അപ്പം നമുക്കിത് ഇനി നമ്മുടെ വട്ടം വരച്ചെടുക്കാം. പതുക്കെ വേണം വട്ടം വരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പോയി, അതും പോയി. നമുക്കൊരു ചെറിയ യൂണിക്കോൺ തീം ആവശ്യമുണ്ട്. എനിക്ക് ഇഷ്ടം യൂണിക്കോൺ ആയതുകൊണ്ട് ഞാൻ എവിടെയും യൂണിക്കോണിന് വരത്തില്ല. ഇത് ക്യൂട്ടായിട്ട് വരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ഷേപ്പാക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മളിത് ഇവിടെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂണിക്കോൺ തന്നെ എടുക്കണമെന്നില്ല, ഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂണിക്കോൺ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, ഹെലോ കിറ്റി ആയാലും മതി, ഫ്ലവർ ആയാലും മതി. ഡ്രോയിങ് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇത് നോക്കി വരയ്ക്കാം കേട്ടോ. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കിനിയിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്നോട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തോളും. പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ലാവൻഡർ കളറും പിങ്ക് അങ്ങനെ കുറേ കളറ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർത്താനം പറഞ്ഞ് നമ്മുടെ ഡ്രോയിങ്ങൊക്കെ ഇവിടെ കഴിയാറായി ഗായ്സ്. അപ്പം ഇതേ കഴിയാനായി, അവസാനം ആവാറായി. ഇതേ ഗായ്സ് കഴിഞ്ഞിരിക്കുന്നു. കളർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കണം. പരിപാടി കഴിഞ്ഞില്ല, ഇത് കഴിയാൻ പോവുകയാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഡബിൾ സൈഡ് ടാപ്പ് നമ്മൾ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതെങ്ങനെ വർക്കാവും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പുസ്തകത്തിൽ നമുക്ക് ഒട്ടിക്കണം. നമ്മളിതൊരു പുസ്തകം സെലക്ട് ചെയ്തു. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത്. ഈ ബാക്കി നമുക്ക് ഒട്ടിച്ചു നോക്കാം. ഒട്ടിച്ചിട്ടുള്ള ഫൈനലൊക്കെ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുമായിരിക്കും. ആർക്കൊക്കെ ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ ഒട്ടിപ്പിടിക്കുന്നതോ ഇവിടെ തന്നെ ഒട്ടിക്കാമല്ലേ. ഗൈസ്, അപ്പോൾ മുസ്ലിം സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷാണോ മലയാളമാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെയാണോ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും എൻ്റെ മലയാളമാണ് ഇഷ്ടപ്പെട്ടത്. മലയാളത്തിൽ ഒട്ടിച്ച സ്റ്റിക്കർ അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണേ. ഇവിടെ യൂസ് ചെയ്ത കുറച്ച് സാധനങ്ങളെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റിക്കർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക,
മറക്കാതെ കമൻറ്റ് ചെയ്യുക. ബൈ.